അനാമികയും വരുണും ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം ആർക്കെ അറിഞ്ഞു. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അനാമികയാണ് ഡിവോഴ്സിന് മുൻകൈ എടുക്കുന്നത് എന്നറിഞ്ഞു. എല്ലാം എൻ്റെ തെറ്റാണ്. ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. എൻ്റെ നിർബന്ധത്തിൽ ആണ് നിങ്ങളുടെ വിവാഹം നടന്നത്. അപ്പോൾ നിങ്ങളുടെ വിവാഹ ജീവിതം തകരാതെ നോക്കേണ്ടത് ഞാനല്ലേ? ഞാൻ അന്ന് നിന്റെ മുറപ്പെണ്ണായ ഇവളെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് ആർക്കെ ഓർത്തു? അന്ന് വരുൺ തന്നെ വിട്ടുപോയാലോ എന്ന ഭയത്തിൽ അവൻ്റെ മുറപ്പെണ്ണായ അനാമികയെ നിർബന്ധിച്ച് രജിസ്റ്റർ മാരേജ് നടത്തിയതും പെട്ടെന്ന് ആർക്കയുടെ ഓർമ്മകളിൽ നിന്ന് തിരികെ വന്നു. അപ്പോൾ വരുൺ പറഞ്ഞു, ഞാൻ അനാമികയോട് കുറച്ച് സമയം വേണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവൾ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. ഞാൻ അവളെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ പെട്ടെന്ന് മറക്കാൻ എന്നെക്കൊണ്ടാവില്ല. അവളെ മറന്ന് പുതിയൊരു ജീവിതത്തിന് എനിക്ക് നല്ല സമയം വേണം. അത് കേട്ട് അനാമിക സങ്കടവും ദേഷ്യവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾ എത്ര വേണമെങ്കിലും സമയമെടുത്തോ, പക്ഷേ എൻ്റെ അടുത്ത് അത്ര സമയമില്ല. 1 മാസം സമയം. അതിനുള്ളിൽ എനിക്ക് തീരുമാനമറിയണം. കല്യാണം കഴിഞ്ഞ് 2-ാം ദിവസം ഇവിടെ നിന്ന് പോയതോ പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. വിളിച്ചാലും ഫോൺ എടുക്കില്ല, ഒന്ന് കാണാൻ പോലും കൂട്ടാക്കില്ല. അത് ഞാൻ സഹിച്ചു. പക്ഷേ മറ്റൊരു പെൺകുട്ടിയെയും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നു എന്നുകൂടെ അറിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അനാമിക കരഞ്ഞുപോയി. എന്നിട്ട് അവൾ പുറത്തേക്ക് പോയി. അത് കണ്ട് വിക്രാന്ത് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അനു, ഒന്ന് നിൽക്ക്. വിക്രാന്ത് നടന്നു പോകുന്ന അനാമികയെ ഉറക്കെ വിളിച്ചു. വിക്രാന്തിൻ്റെ വിളി കേട്ട് അനാമിക അവിടെ നിന്നു. വിക്രാന്ത് ഓടി വന്ന് അനാമികയുടെ അടുത്ത് നിന്നു. അനു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അത് കേട്ട് അനാമിക പറഞ്ഞോളൂ എന്ന് തലയാട്ടി. ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്ക്. അത് കേട്ട് അനാമിക പറഞ്ഞു, നീ മുഖവരയിടാതെ കാര്യം പറ. ഒന്നുമില്ല. നീ വരുണിനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? സത്യം പറയണം. അത് കേട്ട് അനാമിക ഒന്ന് നെടുവീർപ്പിട്ടു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, അവനെ ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ ഇത്രയും നാൾ അവൻ എന്നെ കാണാതിരുന്ന സമയത്ത് തന്നെ ഞാൻ അവനെ വിട്ടുപോയനെ. ഇത്രയും നാൾ ഞാൻ കാത്തിരിക്കില്ല. ഒരു വലിയ സിനിമാ നടിയാണെങ്കിലും കല്യാണത്തിൻ്റെയും താലിയുടെയും വിലയറിയുന്ന സാധാരണ പെണ്ണാണ് ഞാൻ. നീ ഇത് കണ്ടോ? അവൾ തൻ്റെ കഴുത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന ചെറിയ സ്വർണമാലയിൽ കോർത്ത താലി പുറത്തെടുത്ത് കാണിച്ച് ശേഷം തിരികെ മറച്ചു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി, അവനോടുള്ള ഇഷ്ടം കാരണമാണ് ഇപ്പോഴും ഈ താലി ഇവിടെ തന്നെ കിടക്കുന്നത്. പക്ഷേ ഒരു ഭാര്യ വേറെ എന്തു സഹിക്കും? തൻ്റെ ഭർത്താവ് തന്നെ വിട്ട് മറ്റൊരു പെണ്ണിനെയും ഓർത്ത് നടക്കുന്നത് ഒരു പെണ്ണിനും സഹിക്കില്ല. അതിന് അവൻ അവളെ മറക്കാൻ സമയം വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ? വിക്രാന്ത് പറഞ്ഞു. അതിന് മറുപടി പറയാതെ അനാമിക അവിടെ നിന്ന് പോയി. വിക്രാന്തും അനാമികയും സംസാരിച്ചതെല്ലാം കുറച്ചു മാറി നിന്ന് വരുൺ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ആർക്കയോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വിക്രാന്തും അനാമികയും സംസാരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. എല്ലാം കേട്ട ശേഷം അവൻ്റെ മുഖത്ത് പെട്ടെന്ന് സന്തോഷം കൊണ്ട് വിടർന്നു. അന്ന് രാത്രി മാത്യുവും ആനന്ദും സ്റ്റേ ചെയ്ത അതേ ഹോട്ടലിലെ അടുത്ത മുറിയിൽ തന്നെയാണ് വരുണിൻ്റെ മുറിയും. അവൻ്റെ കൂടെ അന്ന് വിക്രാന്തും ഉണ്ടായിരുന്നു. വരുൺ ബാൽക്കണിയിൽ നിന്ന് പുറത്തെ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോഴാണ് വിക്രാന്ത് അങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ചോദിക്കുന്നത് നീ ശരിയായി മറുപടി പറയണം. വിക്രാന്ത് ചോദിച്ചത് കേട്ട് വരുൺ സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. ആരാ ഈ കീർത്തന? നീ സ്നേഹിച്ച പെണ്ണാണോ? അത് കേട്ടതും വരുൺ മറുപടി പറയാൻ ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. നീ എന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി കാണുന്നുണ്ടെങ്കിൽ സത്യം പറ. ഞാൻ ആരോടും പറയില്ല. നീ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ നിന്നോട് മിണ്ടില്ല. ഒരു ചെറിയ കുട്ടിയെപ്പോലെ പരിഭവത്തോടെ സംസാരിക്കുന്ന വിക്രാന്തിനെ കണ്ടതും വരുണിന് ചിരി വന്നു. അവൻ ആ ചിരിയോടെ തന്നെ പറഞ്ഞു, ഞാൻ പറയാം. കീർത്തനയും ഞാനും കോളേജിൽ നിന്നാണ് പരിചയപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും. വരുൺ പറഞ്ഞു തുടങ്ങി. ഇതേ സമയം ആനന്ദിൻ്റെ മുറിയിൽ കട്ടിലിൽ കിടന്ന് ഫോണിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആനന്ദിൻ്റെ അടുത്ത് രേണുക വന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, അതെ, അന്ന് രജിസ്റ്റർ ഓഫീസിലേക്ക് കീർത്തന വന്നോ? നീ ഇതുവരെ അത് വിട്ടില്ലേ? എനിക്കതറിയാതെ തല വെട്ടി പൊളിക്കുന്ന പോലെ. പ്ലീസ് പറ.
രേണുക പറയുന്നത് കേട്ട് ആനന്ദ് പറഞ്ഞു തുടങ്ങി. അന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞതും കീർത്തന വന്നില്ല. വരുണും മാത്യുവും ആനന്ദും രജിസ്റ്റർ ഓഫീസിൽ കുറേ നേരം നിന്നിട്ടും കീർത്തനയെ കണ്ടില്ല. ചിലപ്പോൾ അവളുടെ അച്ഛൻ സത്യം മനസ്സിലാക്കി കാണുമോ? മാത്യു സംശയത്തോടെ പറഞ്ഞു. നിന്റെ വാക്ക് വളച്ച് ആവശ്യമില്ലാത്തൊന്നും പറയല്ലടാ, ആനന്ദ് പറഞ്ഞു. ആ സമയം വരുൺ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇടയ്ക്ക് കീർത്തനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുമുണ്ട്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. നേരം ഉച്ചയായി. രജിസ്റ്റർ ഓഫീസർ ഫുഡ് കഴിക്കാൻ പോയി തിരിച്ചു വന്നിട്ടും കീർത്തന വന്നില്ല. അവസാനം ക്ഷമ നഷ്ടപ്പെട്ട ആനന്ദ് വരുണിനോട് പറഞ്ഞു, ഇനി അവള് വരുമെന്ന് തോന്നുന്നില്ലടാ. മാത്യു പറഞ്ഞതുപോലെ അവളുടെ അച്ഛൻ സത്യം അറിഞ്ഞു കാണും. നമുക്ക് ഇവിടെ നിന്ന് പോകാം. നിങ്ങൾ പോയിക്കോ, ഞാൻ കീർത്തനയുടെ വീട് വരെ ഒന്ന് പോയിക്കോട്ടെ. ആനന്ദ് പറഞ്ഞത് കേട്ട് വരുൺ പറഞ്ഞു, നീ വേണ്ടാത്തൊന്നും ചെയ്യല്ലേ. ഇപ്പോൾ അങ്ങോട്ട് പോയാൽ അവളുടെ അച്ഛൻ്റെ ദേഷ്യം ഒന്നുകൂടി കൂടുകയുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളെ ഒന്ന് വിളിച്ചു നോക്ക്, അപ്പോഴേക്കും അവളുടെ അച്ഛൻ്റെ ദേഷ്യവും തണുത്തോളും. വരുൺ പറഞ്ഞത് കേട്ട് മാത്യു പറഞ്ഞു. വരുണിന് മാത്യു പറഞ്ഞത് ശരിയായി തോന്നി. അവനും മാത്യുവും നേരെ ആനന്ദിൻ്റെ കാറിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായതും പെട്ടെന്ന് മാത്യുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. ലിസി ആണെന്ന് കണ്ടതും മാത്യു ഫോൺ എടുത്തു. ഹലോ ലിസി, പറ. എപ്പോ? എങ്ങനെ? പെട്ടെന്ന് അവൻ ഫോൺ വെച്ചു. എന്നിട്ട് ആനന്ദിനോട് ടെൻഷനോടെ പറഞ്ഞു, എടാ വണ്ടി നിർത്ത്. ആനന്ദ് പെട്ടെന്ന് വണ്ടി നിർത്തി. എന്നിട്ട് മാത്യുവിനെ നോക്കി ചോദിച്ചു, എന്താടാ, മനുഷ്യൻ പേടിച്ചു പോയല്ലോ. എടാ വണ്ടി തിരിക്ക്. എന്തിനാടാ? ഞാൻ പറയുന്നത് കേൾക്ക്, വണ്ടി തിരിക്കണം. നേരെ കീർത്തനയുടെ വീട്ടിലേക്ക് വിട്. അതെന്തിനാടാ? ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, മാത്യു പറഞ്ഞു. അത് കേട്ട് ആനന്ദ് വണ്ടി തിരിച്ചു. കുറച്ചു ദൂരം ചെന്നു. ആ സമയം മേഘം ഇരുണ്ട് കെട്ടി മൂടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അവർ ഹൈവേയിൽ നിന്ന് മാറി ഒരു ഇടവഴി കയറി. കുറേ ആളുകൾ കീർത്തനയുടെ വീട്ടിലേക്ക് പോകുന്നത് അവർ കണ്ടു. ആ കൂട്ടത്തിൽ 2 പേരുടെ കയ്യിൽ ഒരു ചുരുട്ടിപ്പിടിച്ച ബാനറും കിടപ്പുണ്ടായിരുന്നു. അവിടെ കറുത്ത കൊടികൾ കെട്ടിയിട്ടുമുണ്ട്. എന്താ ഇവിടെ സംഭവിച്ചത്? ആ തന്തപ്പടി വല്ലതും കാഞ്ഞോ? ആനന്ദ് മാത്യുവിനോട് ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ, എന്നെ ലിസി വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. മാത്യു ആനന്ദ് ചോദിച്ചതിന് മറുപടി പറഞ്ഞു. എന്നിട്ട് കീർത്തനയുടെ വീടിൻ്റെ മുന്നിലെത്തിയതും ആനന്ദ് വീടിൻ്റെ കുറച്ചകലെ വണ്ടി നിർത്തി. എന്നിട്ട് അവർ 3 പേരും കാറിൽ നിന്നിറങ്ങി. ചുറ്റുപാടും ആളുകൾ കൂടിയിട്ടുണ്ടെങ്കിലും എങ്ങും നിശബ്ദത മാത്രം തളം കെട്ടി നിന്നു. അപ്പോൾ അവിടെ ബാനർ കൊണ്ടുവന്നയാൾ ബാനർ കെട്ടാനുള്ള തിരക്കിലാണ്. അതേ സമയമാണ് അങ്ങോട്ടേക്ക് ആംബുലൻസ് കടന്നു വന്നത്. ആംബുലൻസ് അവരുടെ മുന്നിലൂടെ വീടിൻ്റെ മുറ്റത്തേക്ക് ചെന്നു. ആംബുലൻസ് മുറ്റത്തെത്തിയതും നിശബ്ദതയായിരുന്ന വീട് പെട്ടെന്ന് നിലവിളിയുടെ കരച്ചിലിൻ്റെയും ശബ്ദമുയർന്നു. അവരുടെ മുന്നിലൂടെ ആംബുലൻസ് കടന്നു പോയതും ബാനർ തൂക്കിക്കഴിഞ്ഞതും ഒരുമിച്ചായിരുന്നു. ആംബുലൻസ് പോയി കഴിഞ്ഞപ്പോഴാണ് 3 പേരും ബാനർ ശ്രദ്ധിക്കുന്നത്. ആ ബാനർ കണ്ടതും മാത്യുവും ആനന്ദും ഞെട്ടിപ്പോയി. വരുണിന് പെട്ടെന്നൊരു മരവിപ്പ് പോലെ തോന്നി. കാരണം ആ ബാനറിൽ കീർത്തനയുടെ ഫോട്ടോ പതിപ്പിച്ച ആദരാഞ്ജലികൾ എന്ന് എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഏതാണ്ട് 3 പേർക്കും കാര്യം മനസ്സിലായി. പെട്ടെന്ന് വരുണിൻ്റെ ഹൃദയം വേഗത്തിലിടിക്കാൻ തുടങ്ങി. അവൻ അതേ ഹൃദയമിടിപ്പോടെ കീർത്തനയുടെ വീട്ടിലേക്ക് നടന്നു. അവൻ്റെ പുറകെ മാത്യുവും ആനന്ദുമുണ്ട്. അവരുടെ മനസ്സിലെ അവസ്ഥയും ഏതാണ്ട് ഒരേപോലെ തന്നെയായിരുന്നു. അപ്പോഴേക്കും ഇടിച്ചു കുത്തി മഴ പെയ്യാൻ തുടങ്ങി. വരുൺ മരവിച്ച അവസ്ഥയിൽ ആംബുലൻസിനെ തന്നെ നോക്കി നിന്നു. ആംബുലൻസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചില്ല് ശവപ്പെട്ടിയിൽ കീർത്തനയുടെ ചലനമറ്റ ശരീരം ഉമ്മറത്ത് കിടത്തി. മുഖം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ മൂടിപ്പുതച്ചായിരുന്നു കിടന്നിരുന്നത്. പാവം കൊച്ച്. ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് കയറിയതാണ്. ഡ്രൈവറും തീർന്നെന്നാ കേട്ടത്. പാവം ആ കൊച്ചിൻ്റെ മുഖം പോലും ഒന്ന് മര്യാദയ്ക്ക് കാണാൻ ആ വീട്ടുകാർക്ക് ഭാഗ്യമില്ല. മൊത്തം ചതഞ്ഞരിഞ്ഞെന്നാ കേട്ടത്. ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ പറഞ്ഞത് കേട്ട് വരുൺ എൻ്റെ മുന്നിൽ നടക്കുന്ന കാഴ്ച വിശ്വസിക്കാനാവാതെ പ്രതിമ കണക്കെ നോക്കി നിന്നു. പെട്ടെന്ന് അവൻ ചുറ്റും നിൽക്കുന്ന ആളുകളെയും കൂട്ടുകാരെയും വകവയ്ക്കാതെ പുറത്തേക്കോടി.
അവൻ കീർത്തനയെ ആ അവസ്ഥയിൽ കാണാനുള്ള ധൈര്യമില്ലായിരുന്നു. വരുൺ വിജനമായ റോഡിൽ ആ മഴയത്ത് മുട്ടുകുത്തിയിരുന്ന് തല താഴ്ത്തി മുഖം പൊത്തിയിരുന്നു. അവൻ്റെ മനസ്സിലേക്ക് കീർത്തനയുടെ ഓർമ്മകൾ തെളിഞ്ഞു വന്നു. അവൻ സങ്കടം താങ്ങാനാവാതെ തലയുയർത്തി ആകാശത്തേക്ക് നോക്കി ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു. സൂചിമൂന പോലെ തറയ്ക്കുന്ന മഴത്തുള്ളികൾ അപ്പോൾ അവന് വേദനയായി തോന്നിയതേയില്ല. അതിനേക്കാളേറെ വേദനയായിരുന്നു അവൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ. ആ സമയം അങ്ങോട്ടേക്ക് മാത്യുവും ആനന്ദും വന്നു. ആനന്ദ് പതിയെ വരുണിൻ്റെ തോളിൽ പിടിച്ചതും വരുൺ പതിയെ തലയുയർത്തി നിറക്കണ്ണുകളോടെ അവരെ നോക്കി. അവരും നിറക്കണ്ണുകളോടെ നിൽക്കുകയാണ്. പെട്ടെന്ന് വരുൺ അവിടെ നിന്ന് എഴുന്നേറ്റ് ആരോടും ഒന്നും പറയാതെ മഴ നനഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നു. മാത്യുവും ആനന്ദും അവൻ പോകുന്നത് നോക്കി നിന്നു. അന്ന് പോയ അവനെ പിന്നെ ഞാൻ കണ്ടത് മാത്യുവിൻ്റെ കല്യാണത്തിനാണ്. ആനന്ദ് രേണുകയോട് പറഞ്ഞു. ഇതേ കാര്യം തന്നെയാണ് വരുൺ വിക്രാന്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും വരുണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. എനിക്ക് അനാമികയെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലടാ, എനിക്ക് അവളെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കിപ്പോഴും കീർത്തനയുടെ മരണം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലടാ. വരുൺ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സോറി ബ്രോ. അതും പറഞ്ഞ് വിക്രാന്ത് പുറത്തേക്ക് പോകാനായി തിരികെ നടന്നു. നിൽക്ക്. വരുണിൻ്റെ വിളി കേട്ടതും പുറത്തേക്ക് പോകുന്ന വിക്രാന്ത് അവിടെ നിന്നു. എന്നിട്ട് എന്താണെന്ന ഭാവത്തിൽ വരുണിനെ നോക്കി. പിന്നെ ഈ കാര്യം ഒരു കാരണവശാലും അനാമിക അറിയരുത്. അത് കേട്ട് വിക്രാന്ത് ശരിയെന്ന് തലയാട്ടിയ ശേഷം പുറത്തേക്ക് പോയി. പുറത്തെത്തിയതും വിക്രാന്ത് അവൻ്റെ ഷർട്ടിൻ്റെ കീശയിൽ നിന്ന് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് പറഞ്ഞു. ഹലോ അനാമിക, എല്ലാം കേട്ടല്ലോ? കേട്ടു. അത് പറയുമ്പോൾ അനാമികയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ഇനി എന്താ നിന്റെ തീരുമാനം? ഇനി വരുൺ എന്നെ പിരിയണമെന്ന് പറഞ്ഞാലും ഞാൻ അവനെ പിരിയില്ല. അതുമാത്രമല്ല, ഇപ്പോൾ അവനെ ഞാൻ ആദ്യത്തേനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഈ സത്യം അറിഞ്ഞെന്ന കാര്യം ഒരിക്കലും വരുൺ അറിയരുത്. പിന്നെ എല്ലാത്തിനും താങ്ക്സ് ഒന്നും വേണ്ട, ഇതെൻ്റെ കടമയല്ലേ, വിക്രാന്ത് പറഞ്ഞു. പക്ഷേ അനാമിക വിക്രാന്തിനോട് ഒരു വട്ടം കൂടി താങ്ക്സ് പറഞ്ഞ ശേഷം ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് അനാമിക സമാധാനത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. ഇനി അനാമികയുടെയും വരുണിൻ്റെയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുമോ, അതോ അതിനും പ്രശ്നങ്ങളുണ്ടാകുമോ?